നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വൈജയന്തിയുടെ കർണത്ത് ഗംഗാധരൻ അടിച്ചിട്ട് ഗംഗാധരൻ ചോദിച്ചു, എടി നിനക്ക് എന്ത് യോഗ്യതയടി ഉള്ളത്? അലീനയെ കുറ്റം പറയാനായിട്ട് ആ അലീനയുടെ കർണത്തടിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? വലിയൊരു സദാചാരവാദി വന്നിരിക്കുന്നു. അപ്പോഴേക്കും വൈജയന്തി കർണം കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് കേട്ടോ. നിന്റെ ആഗ്രഹ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കുട്ടികൾ നിന്നെ മീനിച്ചിലാറ്റി കെട്ടി താഴ്ത്തുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് മാലതി വന്നിട്ട് ബാലൻ്റെ ഗംഗാധരൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതേ ഗംഗേട്ട വേണ്ടാന്ന് പറയണം. പിന്നെ പറയട്ടെ, ഞാൻ ഇവളുടെ അഹങ്കാരം അങ്ങ് തീരട്ടെ. കാരണത്ത് കൈയും പൊത്തിക്കൊണ്ട് വൈജയന്തി അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അലീന വന്നിട്ട് വാഷിംഗ് ബേസിന് വന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് കഴുകണം. അപ്പോഴേക്ക് ഗംഗാധരൻ്റെ മാലതി അങ്ങോട്ടേക്ക് വന്നു. ഗംഗാധരൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ അവൾ തല്ലിയില്ലേ? വൈജ തല്ലിയില്ലേ? അത് സാരമില്ല സാറേ, എനിക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്കറിയാം നിനക്ക് പ്രശ്നം കാണില്ലെന്ന്. പക്ഷെ അതല്ലല്ലോ, നീ വിഷമിക്കേണ്ട കേട്ടോ. നിന്റെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. അവൾ തല്ലിയാലും എന്തൊക്കെ ചെയ്താലും നീ വീട് വിട്ട് പോകാൻ പാടില്ല. കാരണം നിന്നെ ആശ്രയിച്ചാണ് ഇപ്പം ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്നെ മാഡത്തിന് ഇഷ്ടമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അറിയാലോ, ഞാൻ കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിനാ സാറേ ഇനി കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിവെക്കുന്നേ? അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അലീന എന്ന് ഗംഗാധരൻ ചോദിച്ചു. അല്ല അത് പിന്നെ സാറേ, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുള്ളൂ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പം നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാലേന്ദ്രൻ ഇത്ര അടങ്ങിയിരിക്കുന്നത്. അയാളെ ഇപ്പം മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നീ മാത്രമാണ്. പക്ഷെ നീ പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കില്ല. അല്ല അതിന് മാത്രം എന്താ? എനിക്കറിയില്ല ബാലേന്ദ്ര സാർ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. നീ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് നിന്നോട് പറയാം. എന്താ സാർ, എന്താ കാര്യം? എന്താ അത്? കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ബാലേന്ദ്രൻ്റെ മനസ്സിലൊരു കരട് കയറിയിട്ടുണ്ട്. വൈജയന്തി അയാളെ ചീറ്റ് ചെയ്തോ മറ്റോ. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ബാലേന്ദ്രന് വൈജയന്തിയോട് ദേഷ്യം. അപ്പം അത് മനസ്സിൽ നിന്ന് പോകാനായിട്ട് ചിലപ്പോൾ കുറേ നാളെടുക്കും. എത്ര നാളെടുക്കും എന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം അയാളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന നീയാണ്. നിന്റെ സംരക്ഷണമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കണം. കൃത്യസമയത്ത് തന്നെ മരുന്നും ആഹാരമൊക്കെ കൊടുക്കണം. അറിയാലോ, ഒരു കാരണവശാലും ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അത് കേട്ടതും അലീന ശരിയെന്ന് പറഞ്ഞ് തലയാട്ടുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കേണ്ട മോളെ, നിന്നെ ഞങ്ങൾ കാണുന്നത് ഇതേ ഈ കുടുംബത്തിലെ മൂത്ത മകളായിട്ടാണ്. വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും മൂത്ത മകളായിട്ടാണ് കാണുന്നത്. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ മിഴിഞ്ഞു വന്നു. ഇവരെന്തായി പറയണേ? ഇവരെ സത്യങ്ങൾ വല്ലതും മനസ്സിലാക്കിയോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞ, നീ ഈ കുടുംബത്തിൽ വേണമെന്ന്. ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കണമെന്ന്. തകരാറായി പോയൊരു കുടുംബമാണ്. ഈ കുടുംബത്തെ ഇപ്പം മുന്നോട്ട് നയിക്കേണ്ട ആൾ നീയാണ്. അറിയാലോ, ഇവിടെ ഒരു വലിയ പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞു. ആ പ്രശ്നം ഇല്ലാതാവുന്നോടം വരെ നീ ഇവിടെ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഈ വീട് വിട്ട് പോവരുത്. പിന്നീട് മാലതി വന്ന് അലീനയെ ചേർത്ത് പിടിച്ചു. മോള് സങ്കടപ്പെടണ്ട. എന്ത് വന്നാലും ഏത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. അറിയാലോ, ഞങ്ങൾക്ക് തിരികെ പോയാൽ മതിയാവുള്ളൂ. പക്ഷേങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ വേണം നിന്ന് മുൻകൈ എടുത്തുനിന്ന് പരിഹരിക്കാനായിട്ട്. നിന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഉറച്ച് വിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ചറിയിക്കണം. നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ത് കാര്യമാണെങ്കിലും അതെ, ഒന്നും നീ മറച്ചു വെക്കരുത് എന്നൊക്കെ അലീനയോട് പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിച്ചു. അലീനയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവർ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോൾ അലീന പോയി മുഖമൊക്കെ കഴുകി കുറേ സമയം ആലോചിച്ചു. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞേ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമോ? ആ സമയം ഗംഗാധരനും മാലതിയും കൂടെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്നു. ബാലേന്ദ്രൻ്റെ മുറിയിൽ ചെന്ന് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ കയറി വരാൻ പറയണം. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഓ നിങ്ങളോ? എങ്ങനെയുണ്ട് ബാലേന്ദ്ര? ഇപ്പോൾ കുറവുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് പോയാൽ ഞാൻ അറിഞ്ഞു. പിന്നെ നിങ്ങളെ കാണാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കായിരുന്നേ. അത് ഞങ്ങൾക്കറിയാം ബാലേന്ദ്ര. പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ? ഗംഗാധരൻ പറഞ്ഞു, നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ടാ. കണ്ടല്ലോ, സന്തോഷമായില്ലേ? എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എന്നെ ഈ വിധത്തിലാക്കി എന്നെ കുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ടിപ്പോൾ ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണോ? ബാലേന്ദ്രൻ ഒന്ന് സമാധാനപ്പെട്. ബാലേന്ദ്രൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ എന്നോടൊന്നും അല്ല പറയണ്ടേ. നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, അവളോട് പോയി പറ. അതെ ബാലേന്ദ്ര, കുറച്ചൊക്കെ ഒന്ന് ഒരു ക്ഷമ കാണിക്കണം.
ക്ഷമിക്കാനോ ഞാനോ? പെട്ടെന്ന് ബാലേന്ദ്രൻ തലയണിക്കടിയിരുന്ന് പിസ്റ്റളങ്ങ് എടുത്തു. അവരുടെ നേരെ ചൂണ്ടുവേണം. ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാ ഞാനിവിടെ നിൽക്കുന്നേ, അറിയാലോ. ഏതറ്റം വരെ പോവാമെങ്കിൽ ആ അറ്റം വരെ പോയാൽ നിൽക്കുന്നേ. ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനോ ഭാവമെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ ചുട്ട് കളയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവിടെ വന്ന സമയത്ത് എനിക്ക് അറ്റാക്ക് ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. അവളെ ഞാൻ തീർത്ത് കളഞ്ഞാനാ. പക്ഷേ അതിനൊരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇനിയാണെങ്കിലും അതിന് സമയമുണ്ട്. അപ്പോഴേക്കും മാലതി പറഞ്ഞു, ബാലേന്ദ്ര, തല്ലിയിട്ടോ കൊന്നിട്ടോ ഒരു കാര്യമില്ല, അറിയാലോ. വൈജയുടെ സ്വഭാവം, അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് പറയണേ. അവളെ നേരെയാക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ആക്കിക്കോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ബാലേന്ദ്ര, ഒരു കാര്യം ചെയ്യണം. എങ്ങനെയെങ്കിലും നിങ്ങൾ പിരിയുന്നോടം വരെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുവരെയെങ്കിലും ബാലേന്ദ്രൻ ഒന്ന് കാത്തിരിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, പിരിയുന്നോടം വരെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? എൻ്റെ ജീവിതം നിങ്ങളെല്ലാവരും കൂടെ നശിപ്പിച്ചില്ലേ? എന്നിട്ടിപ്പം ഞാൻ ആരായി? എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുടിച്ച് നിൽക്കേണ്ട ഗതികേട് എനിക്കുണ്ടായില്ലേ? മാലതി പറഞ്ഞു, ബാലേന്ദ്രൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വൈജയന്തി ഉപദേശിച്ചിട്ടുണ്ട്. എന്തുപദേശിച്ചു? അവളോടൊന്നും ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെന്താ അവളോട് ഉപദേശിച്ചേ? അത് പിന്നെ അലീനയോട് ദേഷ്യപ്പെടല്, പിന്നെ അലീന ഇവിടെ വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അലീന നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഓ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അത് മാത്രമല്ല, ഞങ്ങൾ അലീനയോടും പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ബാലേന്ദ്രൻ്റെ മനസ്സ് വേദനിപ്പിക്കില്ലെന്നൊക്കെ. അല്ല, അവൾ ആരാന്നറിഞ്ഞിട്ടാ നിങ്ങൾ ഈ പറയണേ? അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അവൾ ആരും ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ബാലേന്ദ്രൻ്റെ മനസ്സിന് ആശ്വാസം തരുന്ന ഇപ്പം അലീനയല്ലേ? അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവൾ എന്ത് പറഞ്ഞു? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. വൈജയന്തിയുടെ ആ പാവം പിടിച്ച കൊച്ചിൻ്റെ കർണത്തടിച്ചവളാ. പോട്ടെ ബാലേന്ദ്ര, ഞങ്ങൾ അവളെ പറഞ്ഞ് തിരുത്തിക്കോളാം. ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നതിന് മാക്സിമം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ബാലേന്ദ്രൻ വിഷമിക്കേണ്ട, വെറുതെ ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കണ്ട. പ്രശ്നങ്ങൾ ഉള്ള പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ ഇവിടെ മനുഷ്യന് പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി നിങ്ങളുടെ പെങ്ങൾ കാണിച്ചു കൂട്ടിയതുണ്ടല്ലോ, ഈ ജന്മത്തിൽ എനിക്ക് മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങളൊക്കെയാ. പക്ഷേ ഇതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. അപ്പോഴേക്കും മാലതി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട. അവൾ ഈ മുറിയിലേക്ക് കയറി വരാതിരിക്കാൻ ഞങ്ങൾ പറയാം. അതെ, അത് അവളോട് പറയണം, ഈ മുറിയിലേക്ക് കയറി വരില്ലെന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ജീവനോടെ ഇനി ഉണ്ടാവത്തില്ല. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാ ഞാൻ നിൽക്കുന്നത്. ഒടുവിൽ ഗംഗാധരനും മാലതി ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അലീനയും വൈജയന്തി മാത്രമില്ല, ബാക്കി കുട്ടികളും അലീനയും ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം അലീനയുടെ ബലത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് അലീന പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം. അപ്പോഴേക്കും ഭാവിത പറഞ്ഞു, ഇവള് പറയുന്ന അനുസരിക്കാനോ? ഇവളീ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ? അപ്പോഴേക്കും മാലതി പറഞ്ഞു, അതെ, ഇവളീ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കും. പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട്. നിങ്ങളുടെ അമ്മ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കും മുന്നോട്ട് ഭാവമെങ്കിൽ ഈ കുടുംബം തന്നെ തകർന്നു പോകും, അറിയാലോ. നിങ്ങളുടെ അച്ഛൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും വേണമെങ്കിൽ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കുക. നിങ്ങളുടെ അമ്മ അതിന് ശ്രമിച്ചാലും അതിനെ തടയുക. കൃഷ്ണമോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ്. അലീനയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അലീന ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അല്ല, അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ അങ്ങളെ ഉള്ളൂ എന്ന് രോഹിത് ചോദിച്ചു. എന്ന് നിന്നോട് ആര് പറഞ്ഞു? അവൾ ഇവിടുന്ന് പോയാലും പ്രശ്നം ഉണ്ടാവും. ബാലേന്ദ്രൻ വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കുടുംബം മുന്നോട്ട് പോകത്തില്ല. ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ മതിയാവുള്ളൂ. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ടും കേട്ടും മിണ്ടാതെ പോവാം. പക്ഷെ അതിന് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അല്ല, അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അഹങ്കാരത്തിൻ്റെ മോനെ ഒടിയാതെ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ഈ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട്. പിന്നെ ബാലേന്ദ്രൻ്റെ മനസ്സിലൊരു മുറിവുണ്ട്. ആ മുറിവ് ഉണങ്ങാൻ കുറേ സമയമെടുക്കും. അത് സമയമെടുക്കുന്നതോടെ വരെ നിങ്ങൾ കാത്തിരിക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ വഴിതെറ്റി പോകാനും നോക്കരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഷ്ടമാണെന്നല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നല്ല രീതിയിൽ ജീവിച്ചാൽ അവനവന് കൊള്ളാം. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞു വേണം പെരുമാറാനായിട്ട്. രണ്ടുപേരുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ.
ഭാരേന്ദ്രൻ്റെ മനസ്സിനെ ഒരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഉപദേശം തന്നെ കൊടുക്കുകയാണ്. പിന്നീട് അലീനയോട് പറഞ്ഞു, മോളെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് എടുക്കാൻ പറയാണ്. അലീന വെള്ളം കൊടുത്തു. ഗംഗാധരൻ വെള്ളം കുടിച്ചു. ആ സമയത്ത് ഗംഗാധരൻ മനസ്സിൽ വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഗംഗാധരൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുവാണെങ്കിൽ ഈ കുടുംബം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയും നഷ്ടപ്പെടുമെന്ന് പറയാണ്. അത് കേട്ടപ്പം കുട്ടികളൊക്കെ എന്ത് ചെയ്യണമെന്ന് വളരെ അറിയത്തില്ലാതെ കുട്ടികൾ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.